Hi friends, welcome all to my review channel. ഇലവീട പൂഞ്ചിറ എന്ന ബ്ലോക്ക് ബസ്റ്റർ എവർഗ്രീൻ ക്ലാസിക്കൽ ത്രില്ലർ സിനിമയ്ക്ക് ശേഷം ഷാഹി കബീർ തിരക്കഥ സംവിധാനം ചെയ്ത റോന്ത്, റോഷൻ, ദിലീഷ് ബോത്തൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ പെടുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതൊരു ക്ലാസിക്കൽ പേസിലാണ് പോകുന്നത്. ലൈക്ക് ഹിസ് പ്രീവിയസ് ഡയറക്ടോറിയൽ ഡെബ്യൂ ഇലവീട പൂഞ്ചിറ ഒരു സ്ലോ പേസിങ്ങിൽ പോകുന്ന ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലോട്ട് ഒരു ഗ്രിപ്പിംഗ് എഡ്ജ് ഇട്ട് വെക്കുകയും അവിടെ നിന്ന് പിന്നെ ക്ലൈമാക്സിലോട്ട് എത്തി വേറെ ലെവൽ ഒരു ക്ലൈമാക്സ് തരുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ ആയിരുന്നു ഇലവീട പൂഞ്ചിറക്ക്. ഇതും റോന്തും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു വലിയ ചടുലമൊന്നുമില്ലാതെ ഒരു രസിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ലോ പേസിങ്ങിൽ പോകുന്നു. ഒരു ക്ലാസിക്കലായിട്ട് ഒരു മോർ ഓവർ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പോകുന്നു. സെക്കൻഡ് ഹാഫിലെത്തുമ്പോൾ അത് ഗ്രിപ്പിംഗ് ആകുന്നില്ല, പക്ഷേ കുറച്ച് സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയോടെത്തുമ്പോഴാണ് കഥ ഗ്രിപ്പിംഗ് ആവുന്നത്. ഇവരുടെ പെട്രോളിങ്ങിനിടയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ആ ഒരു സംഭവ ബഹുലങ്ങളിൽ ഏതോ ഒരു സംഭവം അതിൽ ഇവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലെത്തുകയും അതിൽ അവരുടെ പ്രതിസന്ധിയിലാവുകയും അങ്ങനെ ഒരു ക്ലൈമാക്സും അതൊക്കെ തന്നെയാണ് സിനിമക്ക് ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് തന്നെയാണ് പടം ഒരു സെക്കൻഡ് ഹാഫിൻ്റെ മിഡ് പോർഷൻ എത്തുന്ന വരെ ഗ്രിപ്പിംഗ് അല്ലായിരുന്നു. കഥയുടെ ഗ്രിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം ഇരുന്ന് പടം ഇങ്ങനെ കാണുന്ന ഒരു സാധാരണ രീതിയിലായിരിക്കും. പക്ഷെ ആ ഒരു ഗ്രിപ്പിംഗ് ഫാക്ടർ വന്നു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ഷാഹി കബീറിൻ്റെ ബ്രില്യൻസ് തുടങ്ങുകയാണ്. ഇതിൽ നല്ല പോലീസുകാരെ മാത്രമല്ല മോശം പോലീസുകാരെയും കാണിക്കുന്നുണ്ട്. പോലീസിങ്ങിൻ്റെ മൊറാലിറ്റി എന്താണെന്നും പോലീസിൻ്റെ വാല്യൂ എന്തൊക്കെയായിരുന്നു, അവരെന്തൊക്കെ പേഴ്സണലി പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടാണ് ഇതിലോട്ട് വരുന്നതും നല്ല സൈഡും കാണിച്ചിരുന്നുണ്ട്, മോശം സൈഡും ഷാഹി കബീർ വരച്ച് കാണിക്കുന്നു. ഒരു റിയലിസ്റ്റിക് ഒരു ഷാഹി കബീർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ആ ഒരു പോലീസ് ഓഫീസർ തിരക്കഥ രീതി എങ്ങനെയിരിക്കും, ആ ഒരു കുറേ ബിറ്റ്സ് ഓഫ് റിയലിസ്റ്റിക് തിങ്സൊക്കെ പുള്ളിക്കാരൻ സ്ക്രിപ്റ്റിൽ കൂടുതൽ കാണാറുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഈ സിനിമയിലും വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് രസകരമായിട്ട് ഇങ്ങനെ ഇരുന്ന് പോവാം. സെക്കൻഡ് ഹാഫ് വന്ന് അതിൻ്റെ പകുതി കഴിയുമ്പോഴാണ് പടം ഒരു ബൂമിങ് ലെവലിലോട്ട് പോകുന്നത്. അവിടുത്തെ പടം ഹെവി ഗ്രിപ്പിംഗ് ആണ്. ഒരു സാധാരണ പ്രേക്ഷകൻ ഇത് കണ്ടിട്ട് ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ചാൽ അതെനിക്കൊരു സാധാരണ പ്രേക്ഷകൻ ഇതൊരു ആവറേജ് അനുഭവമായിരിക്കും. ഒരു സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ക്ലാസിക് ത്രില്ലർ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അവരെ അല്ലാതെ ഭയങ്കരമായിട്ട് സിനിമാ മൂഡിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരൻ ഇങ്ങനെ കണ്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും ഇതിൻ്റെ ആ ഒരു വേ ഓഫ് ടെല്ലിങ്ങും ആ ഒരു മൂഡ് ക്രിയേഷനും ഒക്കെ ഒരു സാധാരണക്കാരന് വലിയൊരു ഫാക്ടർ അല്ല. അത് കൂടുതൽ ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു സിനിമയോട് അനുകമ്പയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനൊക്കെ കൂടുതൽ കണ്ട് ഇങ്ങനെ ഇരിക്കാം. ആ ഒരു സാധനങ്ങളൊക്കെ ഒരു സാധാരണക്കാരന് എനിക്കിങ്ങനെ ഈ പെട്രോളിങ് ഇൻസിഡൻ്റൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ തന്നെ ഇങ്ങനെ ഇരുന്നു ഓക്കെ പോരും ഞാൻ വിചാരിച്ചിരിക്കുന്നു. നമ്മൾ പക്ഷേ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി കഴിയുമ്പോഴാണ് ആ ഒരു ഗ്രിപ്പിംഗ് എഡ്ജ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ബിറ്റ് ഓഫ് പീസ് തന്നെയാണ്. പക്ഷെ അതുവരെ ഈ പടത്തിൻ്റെ ഒരു ഫയർ ഉണ്ടായില്ല. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. സാധാരണക്കാരൻ ഒരു ആവറേജ് അനുഭവമായിരിക്കും. ഈ സിനിമക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസിക് ഫീലോട് കൂടി ഒരു മൂവി സ്ലോ പേസിൽ പോകണ ഒരു ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടിക്കറ്റ് എടുക്കാം. അവർക്ക് ഒരു ആവറേജ് അനുഭവം തരുന്നുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോഴേക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒരു ക്ലൈമാക്സ് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷണൽ ത്രില്ലർ പേസിലൂടെ നമുക്കിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കാണുന്ന പോലീസ് ഓഫീസറൊക്കെ ലൈഫ് എങ്ങനെയായിരിക്കും, അവരെന്തൊക്കെ പ്രശ്നങ്ങൾ തണവൽക്കണിച്ചിട്ടാണ് നമുക്കൊരു സർവീസ് തന്നത്, അതുമെല്ലാം നല്ല രീതിക്ക് വരച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അനുഭവപ്പെടുന്ന പോലീസുകാരൻ്റെ ഒരു മോശം അനുഭവങ്ങളും അതും വരച്ച് കാണിക്കുന്നുണ്ട് ഷാഹി കബീർ. അങ്ങനെ രണ്ട് പേസിലും ഈ പടം പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ വശങ്ങളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണും സൗണ്ടും മ്യൂസിക്കും അതിൻ്റെ ഒരു മൂഡ് ക്രിയേഷനും വല്ലാണ്ട് അത് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എക്സെപ്ഷണൽ. റോഷൻ ആൻഡ് ദിലീഷ് ബോത്തൻ അതുമാത്രമല്ല ബാക്കി വന്നു പോകുന്ന ചെറിയ ചെറിയ റോൾ ചെയ്താണ് കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര ഇമ്പോർട്ടൻ്റ് ആയുള്ള ആളെയൊക്കെ ഈ റോളിലിട്ട് എന്തിനാന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചെറിയൊരു ഇതിലൊക്കെ വന്നു കൊണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിലെന്തോ ഉണ്ട്, ഇങ്ങനെ കയറി വരും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. അതൊക്കെ ആ സസ്പെൻസ് എലമെൻ്റ് ഒന്നും ഞാനത് ബ്രേക്ക് ചെയ്യുന്നില്ല, എല്ലാം അങ്ങനെ തന്നെ പോട്ടെ. പടത്തിൻ്റെ വേറെ മറ്റു ടെക്നിക്കൽ വശങ്ങളിൽ പറയുകയാണെങ്കിൽ കളറിങ് ആയാലും അതിൻ്റെ BGM ആയാലും ആക്ഷൻ ആയാലും അതിൻ്റെ ഡയറക്ഷൻ ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ വശങ്ങളെല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു. ഒരു ടെക്നിക്കലി ഫിലിം റിയലി നൈസ് ആൻഡ് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിൽ വന്ന ഈ ഒരു പാളിച്ച പടത്തെ ഒരു പുറകോട്ട് വലിക്കണ്ട എനിക്കൊരു ആവറേജ് അനുഭവം തോന്നുന്നു. I hope you all enjoyed my review. I recommend this movie to be entertained in the theaters. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. I hope you all enjoyed my review. Until then, bye friends with another review.